നമസ്കാരം. പാടി പുകഴ്ത്തപ്പെടാത്ത ഒരുപാട് തസ്തികകൾ, മേഖലകൾ സിനിമയിലുണ്ട്. പലപ്പോഴും സിനിമയുടെ തിരശ്ശീലയിൽ, വെള്ളിത്തിരയിൽ നമ്മൾ വായിച്ച് മറക്കുന്ന ടൈറ്റിലുകളായി അവർ ഒതുങ്ങിപ്പോകാറുണ്ട്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായിരിക്കും. അത്തരത്തിലുള്ള ഒരു മേഖലയാണ് വസ്ത്രാലങ്കാരകൻ്റേത്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വസ്ത്രാലങ്കാരകനെയാണ്. മലയാളത്തിന് അഭിമാനമായ ഒരു വസ്ത്രാലങ്കാരകൻ. തുടർച്ചയായി 2 തവണ ദേശീയ പുരസ്കാരം നേടിയ ശ്രീ ഇന്ദ്രൻസ് ജയൻ. ഈ എല്ലാവർക്കും ഒരു സംശയം, അത് ഇൻഡസ്ട്രിയിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം. ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. സത്യത്തിൽ നടൻ ഇന്ദ്രൻസുമായിട്ടുള്ള ബന്ധം എന്താണ്? ചിലർ പറയുന്നു പിന്നെ ബ്രദറിൻ്റെതാണ്, ചിലർ പറയുന്നു ബ്രദറാണ്. സത്യത്തിൽ എന്താണ് ബന്ധം? സത്യത്തിൽ എൻ്റെ അമ്മാവൻ്റെ മകനാണ്, ഫസ്റ്റ് കസിനാണ്. ഫസ്റ്റ് കസിനാണ് ഇന്ദ്രൻ. അദ്ദേഹം മുഖാന്തരമാണ് ശരിക്കും ഈ സിനിമയ്ക്കകത്ത് ഞാൻ വരുന്നത്. ഞാൻ ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തി പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പുള്ളി, അപ്പോൾ എൻ്റെ ഒരു ബ്രദറിനൊരു സ്റ്റിച്ചിങ് സെൻ്റർ ഉണ്ടെന്ന്. അപ്പം ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ പോകുമായിരുന്നു. അങ്ങനെ കുറച്ച് തയ്യലൊക്കെ പഠിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗൾഫിൽ പോകാൻ ശ്രമം നടത്തി പരാജയപ്പെട്ട് വരുമ്പോഴാണ് ഇന്ദ്രൻ എന്നോട് പറയുന്നത് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്, സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യാൻ വരാനായിട്ട്. അങ്ങനെ ആണ് ഞാൻ അദ്ദേഹം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അദ്ദേഹം അപ്പോഴും അമച്വർ നാടകങ്ങളിലൊക്കെ അഭിനയവും അതിൻ്റെ കൂടെ സിനിമയുടെ കോസ്റ്റ്യൂം വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. പത്മനാഭൻ സാറിൻ്റെ കൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ സിനിമയ്ക്കകത്ത് എൻട്രി. ഏത് സിനിമയിലാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ഒളിവിൽ എന്ന് പറഞ്ഞിട്ട്. സുരേഷ് ഗോപി അഭിനയിച്ച സിനിമ അല്ലല്ല, അത് അന്ന് പിന്നീട് വേണു സാറ്, നെടുമുടി വേണു സാറ്, പിന്നീട് ഗോപി സാർ, ഭരത് ഗോപി, മേനക, അവരൊക്കെ സൂപ്പർ സ്റ്റാറായിട്ട് അന്ന് ഷൈൻ ചെയ്യുന്ന കാലത്താണ് ആ പടം ഞാൻ വർക്ക് ചെയ്തത്. കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10, 50, 60ഓളം ചിത്രങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും എനിക്ക് കൂടുതൽ ഗുണകരമായത്, അതിൽ കൂടുതൽ ചിത്രങ്ങളിലും പത്മനാഭൻ സാറിൻ്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഒരു 11, 12ഓളം ചിത്രങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കുറേ ഈ കോസ്റ്റ്യൂമിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണയൊക്കെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൽ നിന്നും ഇന്ദ്രനിൽ നിന്നുമാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ അവാർഡ്, അംഗീകാരങ്ങൾ കിട്ടിയ തരത്തിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് വളരെ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. ആ സിനിമകൾ ചെയ്യാൻ എനിക്ക് കൂടുതൽ സൗകര്യമായത് പത്മനാഭൻ സാറിൻ്റെ പടങ്ങളിൽ കൂടെ വന്ന പ്രാക്ടീസാണെന്നാണ് എനിക്ക്. പത്മനാഭനുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു അനുഭവം, അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, കഥാപാത്രങ്ങൾ സാധാരണ നല്ല സിനിമകളാണ്, ജനകീയമായിട്ടുള്ള കൂടുതൽ ഓടുന്ന ചിത്രങ്ങൾ തന്നെയാണ് പത്മനാഭൻ സാറിൻ്റെ പടങ്ങളും ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വസ്ത്രധാരണത്തിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതുന്ന കഥാപാത്രങ്ങളാണല്ലോ കൂടുതലും. അപ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് ആ സന്ദർഭത്തിനും ആ ക്യാരക്ടറിനും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവുന്നുണ്ട്. അതിന് ചില നിബന്ധനകളും സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് അതിന് വസ്ത്രധാരണ. അല്ലാതെ ഈ ഇപ്പോൾ കഥാപാത്രവും വസ്ത്രവും വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. ഏത് തരം കഥാപാത്രമാണോ ആ ഒരു വ്യക്തി ചെയ്യുന്നത് അതിനനുസരിച്ച കോസ്റ്റ്യൂം ആയിരിക്കും ധരിക്കുന്നത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂഡ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദുഃഖ സമയമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രമായിരിക്കും ധരിക്കുന്നത്. പ്ലസൻ്റായ ഒരു മൂഡാണെങ്കിൽ അതിന് അനുസരിച്ചുള്ളതായിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ വസ്ത്രത്തിനും കൂടെ അതിൻ്റേതായ പങ്കുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഡയറക്ടറും ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നേരത്തെ തന്നെ അതിനനുസരിച്ചുള്ളൊരു ക്ലാസ് അതിനകത്ത് കിട്ടിയിരുന്നു. ഇപ്പം പ്രധാനപ്പെട്ട നടന്മാർക്ക് ഒരു പ്രത്യേക കോസ്റ്റ്യൂം പാറ്റേൺ ഒരു സിനിമയിലുടനീളം വരുന്നു. അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധം പിടിക്കാറുണ്ടോ? നിർബന്ധം പിടിക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് ഈ എന്താണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രമെന്നും അതിന് അനുയോജ്യമാണ് അതിൻ്റെ വസ്ത്രങ്ങളായിരിക്കണമെന്നും, ഈ വസ്ത്രം മാത്രമല്ല അതിൽ ഏതായാലും അത് ചെയ്യണമെന്ന് അതിനെപ്പറ്റി അറിവുള്ള അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു തീരുമാനമുള്ള നടന്മാരുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായവും കൂടെ കോർത്തിണക്കിക്കൊണ്ടായിരിക്കും നമ്മൾ കൂടുതലും ഇതിന് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഡയറക്ടർ പറയുന്ന ഒരു സെഷൻ, അതിൻ്റെ കൂടെ തന്നെ ചില അറിവുള്ള, ഇപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. ധാരണയുള്ള നടന്മാർ ചിലപ്പോൾ അവരുടെ ഒരു അഭിപ്രായം പറയും. അതനുസരിച്ചൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അതിന് അഭിപ്രായം പറയുന്ന തെറ്റെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പോൾ സാധാരണ നമ്മുടെ സമകാലിക പ്രസക്തമായ സബ്ജക്റ്റുകൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന, അതല്ലാതെ കുട്ടിസ്രാങ്ക് പോലൊരു സിനിമ
അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തെന്ന് പറഞ്ഞ പിന്നെ വീരപുത്രൻ പോലുള്ള സിനിമ പീരിയഡ് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു അനുഭവം എങ്ങനെയാണ്? എത്ര വർക്ക്? അല്ല, അതിനകത്ത് ഇപ്പോൾ അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല. പക്ഷേ സാധാരണ ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെയിനുള്ള വർക്കാണത്. കാണുമ്പോഴതൊരു സാധാരണ സിനിമ പോലെ തോന്നുമെങ്കിലും അതിനകത്ത് ഒരുപാട് പഠനങ്ങൾ നടത്താനും അതിനകത്ത് നമ്മൾ ചില മെറ്റീരിയലെല്ലാം കണ്ടുപിടിക്കാൻ വളരെ സ്ട്രെയിൻ ചെയ്യും. നമുക്കിപ്പോൾ ഈ പെട്ടെന്നൊരു ടെക്സ്റ്റൈലിലോ എവിടെയെങ്കിലും പോയാൽ ഈ സാധനം കിട്ടിയില്ല. കാരണം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മൂവിങ് ഇല്ല. ബിസിനസ്സുകാരാണ് ടെക്സ്റ്റൈൽ നടത്തുന്നത്. അവർ പറയുന്നത് അത്തരം സാധനം എടുത്തു വെച്ചാൽ ഇവിടെ ആരും ഉപയോഗിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് എടുക്കാറില്ല. അപ്പോൾ അതിനെ ശരിക്കും ഈ സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പീരീഡിനെയൊക്കെ പുനഃസൃഷ്ടിക്കുകയാണ്. അപ്പോൾ ആ പുനഃസൃഷ്ടിക്കുന്നതനുസരിച്ച് അത്തരം സാധനങ്ങൾ ഇല്ലെങ്കിൽ കണ്ടുപിടിക്കുകയും അത് നിർമ്മിക്കുകയും ചെയ്യേണ്ട ഒരു ഇത് നമുക്ക് ജോലിയുണ്ട്. അപ്പോൾ അത് കൂടുതൽ സ്ട്രെയിനാണെന്നാണ് എനിക്ക് അത്തരം സിനിമകൾ ചെയ്യാൻ. നല്ല പഠനങ്ങൾ നടത്തണം, നല്ല നമുക്കതിനെപ്പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്ത് മാത്രമേ അത്തരം സിനിമകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു ശരിക്കും ഹെവിയാണ്. കുട്ടിസ്രാങ്കിലെ അനുഭവങ്ങൾ എന്തായിരുന്നു? ഒരു പീരീഡിൽ തന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ, അതായത് തെക്ക്, വടക്ക്, മധ്യഭാഗം, ഈ കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിൽ അന്ന് ഒരേ പീരീഡിൽ തന്നെ 3 തരത്തിലെ വസ്ത്രങ്ങളാണ് ആൾക്കാർ ധരിച്ചിരുന്നത്. അതിൻ്റെ ഒരു പാറ്റേൺ അതിനകത്ത് കാണാം. അപ്പോൾ ആ രീതിയും പിന്നെ പോർട്ടുഗീസുകാരുടെ കാലത്ത് അവരുടെ കലയാണ് ചവിട്ട് നാടകം അതിനകത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ കൂടുതൽ ആൾക്കാർ കണ്ടുപിടിച്ച് മനസ്സിലാക്കുകയും ചിലതെല്ലാം നമ്മൾ പഠനത്തിൽ കൂടിയും പിന്നെ അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഷാജി സാറിൻ്റെ ശ്രമമാണ്. അദ്ദേഹത്തിൽ നിന്നുമാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാനും അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതനുസരിച്ച് അതിൻ്റെ എന്തെങ്കിലും കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തു തരണം. അതിൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അതോടൊപ്പം ആ പടത്തിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത പട്ടണം റഷീദ് മേക്കപ്പ് മാൻ, അദ്ദേഹം, അതോടൊപ്പം തന്നെ അതിൻ്റെ ആർട്ട് ഡയറക്ടർ സുരേഷ് കൊല്ലം, ഇപ്പോൾ ഇങ്ങനെയുള്ളവരും അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അവരിൽ നിന്നൊക്കെ വളരെ നല്ല ഒരു സപ്പോർട്ടാണ് എനിക്ക് ആ സിനിമ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് പൂർണ്ണമായിട്ടും എനിക്ക് ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ ഹെൽപ്പെന്ന് പറയുന്നത് ഡയറക്ടറുടെ പൂർണ്ണമായ ഹെൽപ്പാണ്. അതിനാണ് എനിക്ക് ഒരുപക്ഷെ ഇന്ന് ഞാൻ നാഷണൽ ലെവലിൽ ഒരു അവാർഡ് തന്നെ കിട്ടാനുള്ള പൂർണ്ണമായ കാര്യം. കുട്ടിസ്രാങ്കിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇത്തരം അനുഭവങ്ങൾ ഇപ്പോൾ ഷാജി സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല? ഇപ്പോൾ വളരെ സ്ട്രെയിൻ ചെയ്ത് കണ്ടുപിടിച്ച ചില മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും? അതിനകത്ത് അദ്ദേഹമാണ് അതിനകത്തുള്ള ഈ ചവിട്ട് നാടകത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ ലോർദോൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഡ്രസ് പാറ്റേണും കാര്യമൊക്കെ സാറാണ് കാണിച്ചിരുന്നത്. സാറാണ് പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് നമ്മൾ മമ്മൂട്ടി സാറ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ളൊരു ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു ഡിസൈൻ റെഡിയാക്കിയിട്ടാണ് സാറിന് പിന്നെ കൊടുത്തയക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ടും പലപ്പോഴും വസ്ത്രാലങ്കാരകൻ അല്ലെങ്കിൽ മേക്കപ്പ് മാൻ എന്നൊക്കെ പറയുന്ന ആൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ചില പിന്നെ പേരുകൾ മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നതായിട്ടുള്ള ഒരു നിരാശപ്പെടുന്ന തോന്നി. അതുണ്ട്, അത് പൂർണ്ണമായിട്ടുണ്ട്. കാരണം അതിന് വേണ്ട അവരെ മറ്റുള്ള രീതിയിൽ അറിയപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു നടനെയോ സംവിധായകനെയോ ഒക്കെ അറിയപ്പെടും പോലെ അത്രയും അറിഞ്ഞില്ലെങ്കിൽ കൂടിയും അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത് ഒരു നല്ല ഹിറ്റ് സിനിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രശസ്തമായ സിനിമ ഉണ്ടാക്കുക, അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള മെയിൻ ടെക്നീഷ്യന്മാരെയെങ്കിലും അറിയപ്പെടാതെ പോവുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിസ്രാങ്കിലൂടെയാണ് ഒരു ദേശീയ അവാർഡ് കിട്ടുന്നത്. അതോടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയപ്പെടുന്ന ഒരാളായി. പക്ഷെ അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ 10-300 സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരിക്കലും ഒരു മനുഷ്യനെ അറിയപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാക്കാറുണ്ട്. വസ്ത്രാലങ്കാരകൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരിക്കലും സിനിമയുടെ ആ പീരീഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഷൂട്ടിംഗ് പീരീഡിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല തോന്നുന്നത്. അതിന് മുമ്പേ തന്നെ ആരംഭിക്കണം. ഒരു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം ഒരു മാസത്തിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ കഥ കേൾക്കുക അല്ലെങ്കിൽ കഥ വായിക്കുക, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള അതിനുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കുക, അതിനുള്ള സ്റ്റിച്ചിങ് നടത്തുക, അങ്ങനെയുള്ള പണി ശരിക്കും ഒരു മാസത്തിന് മുമ്പ് തന്നെ ആരംഭിക്കും. ഷൂട്ടിംഗ് തീരുന്നതോടുകൂടി മാത്രമേ ഒരു വസ്ത്രാലങ്കാരകൻ്റെ ജോലി അവസാനിക്കുന്നുള്ളൂ. പാട്ടൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ സിനിമയിൽ ഒരുപാട് വേറെ സ്ട്രെയിൻ ഉണ്ടാകുന്നില്ല. കാരണം ഇപ്പോൾ പുതിയ സിനിമയിലാണെങ്കിൽ തന്നെയും സിനിമയുടെ ഓരോ പാട്ടിൻ്റെ ഓരോ ബീറ്റിൽ ഇങ്ങനെ ഡ്രസ്സ് മാറുന്നൊരവസ്ഥ. അതെ അതെ. പഴയ കാലത്താണെങ്കിൽ സിനിമയിൽ നമ്മൾ സോങ് എന്ന് പറയുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും കൂടുതൽ വരാറില്ല. അത്യാവശ്യം വേണ്ട ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നിന്ന് മാറി അടുത്തൊരു ലൊക്കേഷനിൽ വരുമ്പോഴാണ് ഒരു ചേഞ്ച്. ഇപ്പോൾ
സിനിമയ്ക്കെന്ന് പറയുമ്പോൾ ഓരോ കട്ടിലും ഓരോ ചേഞ്ചാണ്. അപ്പോൾ അതിനകത്ത് ധാരാളം ഒരു 10, 15, 20, 25 ചേഞ്ച് വരെ എങ്ങനെ വേണമെങ്കിലും വരത്തക്ക രീതിയിലാണ് ഇന്നത്തെ സിനിമകളിൽ വസ്ത്രാലങ്കാരം നടത്തേണ്ടി വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ അതിനകത്ത് ഗ്രൂപ്പുകളുണ്ടാവാം. ചിലപ്പോൾ 25 പേരാവാം, ചിലപ്പോൾ 50 പേരാകാം, ചിലപ്പോൾ അതിനേക്കാൾ 100 പേരുള്ള സോങ്ങുകളുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വേണം അത്തരം സിനിമകളിലെ സോങ്ങുകൾ. അപ്പോൾ പഴയ കാലത്തെ സിനിമ സോങ്ങിനേക്കാൾ വ്യത്യസ്തമാണ് ഇന്നത്തെ രീതി. ഇന്നത്തെ വസ്ത്രധാരണ രീതിയിലും വ്യത്യാസമുണ്ട്, ജീവിത രീതി വ്യത്യാസമുണ്ട്, അതനുസരിച്ച് എല്ലാത്തിലും മാറ്റങ്ങൾ. നമ്മൾ നാഷണൽ അവാർഡ് കിട്ടിയ തമിഴ് സിനിമയെക്കുറിച്ച് പറഞ്ഞില്ല, നമ്മ ഗ്രാമം എന്ന സിനിമ. എങ്ങനെയാണ് അതിൻ്റെ കഥ? ഇതിവിടെ അധികം ആൾക്കാർ കണ്ടിട്ടൊന്നുമില്ല. അതെ, കാരണം ഈ നമ്മ ഗ്രാമം എന്ന് പറയുന്ന സിനിമയ്ക്കാണല്ലോ ദേശീയ അവാർഡ് കിട്ടി. അപ്പോൾ അതിൻ്റെ കഥ 1940-47 വരുന്ന 50 പീരീഡിൽ വരുന്ന കഥയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ കാലത്തെ അനാചാരത്തിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമാണ് ആ സിനിമയുടെ കഥ. പഴയ കാലങ്ങളിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ചും അഗ്രഹാരങ്ങളിൽ ചെറിയ പ്രായത്തിൽ പ്രായമുള്ള വൃദ്ധന്മാർക്കോ അതുപോലെ പ്രായമുള്ള ആൾക്കോ കല്യാണം കഴിച്ചു കൊടുക്കുക. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ മരിച്ചു പോവുക, ഈ കുട്ടി വിധവയായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ വിധവയായിട്ട് മാറുന്ന അന്നത്തെ അനാചാരങ്ങൾ, അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു കഥയാണ് ഈ നമ്മ ഗ്രാമം. എന്താണ് അതിൻ്റെ ഒരു കോസ്റ്റ്യൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ആ പീരീഡിൽ അന്നത്തെ കാലഘട്ടത്തിൽ അഗ്രഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം. ഇപ്പോൾ സാധാരണ അവിടുത്തെ മറ്റുള്ള ആൾക്കാർ അന്നത്തെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ പാലക്കാടോ ഏതെങ്കിലും ഏരിയകളിൽ അന്ന് ഉപയോഗിക്കുന്ന അഗ്രഹാരങ്ങളല്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമും ഈ അഗ്രഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമും തമ്മിൽ കുറേ വ്യത്യസ്തമായിട്ടാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. സാധാരണ ജനങ്ങൾ അല്ലാത്ത കർഷകരായിട്ടുള്ള ജനങ്ങൾ അങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്ന വേറെ തരത്തിലെ കോസ്റ്റ്യൂം. അത് ആണ് അതിന് എടുത്തു പറയാവുന്ന പ്രത്യേകതയുള്ളത്. 1940-50 പീരീഡിൽ ഉള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അന്നത്തെ കാലത്ത് അഗ്രഹാരങ്ങളിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ഓർണമെൻറ്റ്സ്, കണ്ണട, ചെരുപ്പ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ അന്ന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളത് ശരിക്കും വായിച്ച് മനസ്സിലാക്കുകയും പിന്നെ ഡയറക്ടർ വളരെയധികം ഹെൽപ്പ് ചെയ്തു. മോഹൻ ശർമ്മ സാർ അദ്ദേഹമാണ് അതിനകത്ത്. കാരണം അദ്ദേഹത്തിൻ്റെ അഗ്രഹാരമാണ് ശരിക്കും ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തത്, പാലക്കാട് ചിറ്റൂരിലുള്ള ഒരു അഗ്രഹാരം. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ കാലത്തെക്കുറിച്ച് കുറേ കൂടെ വളരെയധികം നല്ല ഇൻസ്ട്രക്ഷൻ തരാൻ പറ്റി. അപ്പോൾ അതും പിന്നെ അല്ലാത്ത കുറേ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനകത്തുള്ള വസ്ത്രാലങ്കാരവും മറ്റും നിർവഹിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഒരു അന്യഭാഷ എൻട്രി അല്ലേ? അതെ, അതിൽ ഏറ്റവും സന്തോഷം അതാണ്. മലയാളം അല്ലാതെ മറ്റൊരു ഭാഷയിൽ കൂടെ ദേശീയ അവാർഡ് വാങ്ങിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് വേറെ വർക്ക് ചെയ്തിട്ടുണ്ടോ? തമിഴിൽ ചെയ്തിട്ടില്ല, തമിഴ് ചെയ്യുന്ന ആദ്യത്തെ വർക്കാണ് ഇത്. തമിഴ് മലയാളമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് തമിഴ് പടം ചെയ്യുന്നുണ്ട്. അതേതാണത്? രാജീവ് നാസാറിൻ്റെ ഒരു പുതിയ ചിത്രമാണ്. അതുകൂടാതെ ഒരു പക്ഷേ ഈ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു തെലുങ്ക് ചിത്രം ചെയ്യാനുള്ളൊരു അവസരം വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ അടുത്ത വർഷം ഈ വർഷമായിട്ട് തെലുങ്ക്, പിന്നെ ഒരു കന്നഡ പടമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീരപുത്രൻ എന്നുള്ള PT കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്ത വീരപുത്രൻ എന്ന കഥ, അത് 1920 തുടങ്ങി 45 അവസാനിക്കുന്ന സിനിമയാണ്. അതിലെ വീരപുത്രൻ എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും അന്ന് ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ പറ്റിയുള്ള കഥയാണ്. അദ്ദേഹം ജീവിതത്തിലൊരിക്കലും കള്ളം പറയാത്ത സത്യസന്ധനായ ദേശാഭിമാനിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ശരിക്കും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കൽ വായിച്ചിട്ടുള്ളപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യനാണെന്നും ദേശസ്നേഹിയാണെന്നും ദേശത്തിന് വേണ്ടി വളരെ പോരാട്ടം നടത്തിയ വ്യക്തിയാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ്. ആ സിനിമ, അദ്ദേഹത്തെക്കുറിച്ചുള്ള സിനിമയാണ് ഈ വീരപുത്രൻ. സത്യത്തിലൊരു കോസ്റ്റ്യൂമർ എന്ന രീതിയിൽ ഇത്തരം സിനിമകൾ, കുട്ടിസ്രാങ്ക് പോലെ അല്ലെങ്കിൽ വീരപുത്രൻ പോലെയൊക്കെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ നമ്മ ഗ്രാമം പോലുള്ള സിനിമകൾ, ഒരു ചലഞ്ച് ആവശ്യപ്പെടുന്ന സിനിമകൾ ചെയ്യുമ്പോഴാണ് ഒരു വസ്ത്രാലങ്കാരക എന്ന രീതിയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത് തോന്നുന്നല്ലേ? അതെ, കാരണം എൻ്റെ അനുഭവം അതാണ്. ഞാൻ ചെയ്ത വീരപുത്രനും കുട്ടിസ്രാങ്കും നമ്മ ഗ്രാമവും
അതിലൂടെ ഒരുപക്ഷെ കുട്ടിസ്രാങ്കിലും നമ്മ ഗ്രാമത്തിലും ആണ് എനിക്ക് ഇപ്പോൾ ദേശീയ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഞാൻ ഏകദേശം 280ഓളം ചിത്രങ്ങൾ ചെയ്ത ആളാണ്. അതിനകത്ത് ഭൂതക്കണ്ണാടി, സുഹൃതം, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ജനകീയമായിട്ട് 100 ദിവസവും 150 ദിവസവും ഓടിയ ചിത്രങ്ങൾ വരെ ചെയ്തിട്ടുള്ള ആളാണ്. ആദ്യമായിട്ട് എനിക്കൊരു അംഗീകാരം കിട്ടുന്നത് കുബേരൻ എന്ന ചിത്രത്തിലെ മലയാള ചിത്രത്തിനാണ് ഒരു ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടുന്നത്. ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് കുട്ടിസ്രാങ്ക് എന്ന് പറയുന്ന പടത്തിന് ദേശീയ അംഗീകാരം കിട്ടുന്നതും അതിനെ തുടർന്ന് ഇപ്പോൾ നമ്മ ഗ്രാമത്തിന് 2ാമത്തെ ദേശീയ അംഗീകാരം കിട്ടുന്നത്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അംഗീകാരങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കലാകാരനെ അംഗീകരിക്കാൻ വൈകിയെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട്. ഏതായാലും തുടർന്നുള്ള കലാജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. വളരെ നന്ദി. താങ്ക് യു.